ബഹുമാനപ്പെട്ട മത്സ്യബന്ധന സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങളോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് സാർ. സാർ, കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫിഷറീസിനൊരു സബ് പ്ലാൻ ലഭിച്ച ഒരു ബഡ്ജറ്റാണ് സാർ ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത് സാർ. സാർ, കുറേ വർഷങ്ങളായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യമാണ് സാർ അവരുടെ പ്രത്യേകമായിട്ടുള്ള ഭവന പദ്ധതി. ഇപ്പോൾ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അവരുടെ ഭവന പദ്ധതി നടപ്പിലാക്കുന്നത്. എന്നാൽ അവർക്ക് മുൻഗണന ലഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഗവൺമെൻറ് പുതിയതായിട്ട് ഒരു ഭവന പദ്ധതി നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് സാർ. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സാർ. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും നിലവിലുള്ള ഇൻഷുറൻസ് അത് പുതുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നടക്കുന്നുണ്ട് സാർ. അതിൽ പുതിയ ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് പോലുള്ള കാര്യങ്ങൾ, ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ടാൽ അതിനുകൂടി തുക ലഭിക്കുന്ന രീതിയിൽ പരിഷ്കരിക്കാമോ എന്നുകൂടി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് സാർ. അതുപോലെ സുരക്ഷാ സംവിധാനങ്ങൾ, റെസ്ക്യൂ സംവിധാനങ്ങൾ ഉൾപ്പെടെ പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി വകുപ്പ് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് സാർ. അതുപോലെ വനിതാ മത്സ്യ വിപണനത്തിന് സഹായമായിട്ട് ഷീ സ്കൂട്ടറുകൾ വിതരണം ചെയ്യുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് സാർ. മണ്ണെണ്ണ സബ്സിഡി അതുപോലെ 50 രൂപയിൽ നിന്നിപ്പോൾ 75 രൂപയായി നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ അവർ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസത്തിനുള്ള വിദേശ പഠനത്തിനുള്ള സഹായങ്ങൾ പുതുതായി നൽകുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് സാർ. അതുപോലെ പട്ടയം ലഭിച്ചിട്ടില്ലാത്ത തീരദേശ നിവാസികൾക്ക് പട്ടയം നൽകുന്നതിനുള്ള സംവിധാനങ്ങൾ ഗവൺമെൻറ് ഏർപ്പെടുത്തുന്നതാണ് സാർ. അതുപോലെ സാർ, ഇവിടെ വിവിധ കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ വിൻസെൻ്റ് MLA ഉൾപ്പെടെയുള്ള അംഗം ഇവിടെ ഉന്നയിച്ചത് KMFRIയുടെ പ്രകാരമുള്ള നടപടികൾ ലഘൂകരിക്കണം എന്ന് അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട് സാർ. ഇത് ആക്ട് പ്രകാരമുള്ള നടപടികളാണ് നമ്മൾ എടുത്ത് വരുന്നത്. അതിൽ 5000 മുതൽ 2.5 ലക്ഷം രൂപ വരെ ഫൈൻ അടിക്കുന്ന ഒഫൻസുകളുണ്ട്. അത് മോട്ടോറുകളുടെ കുതിരശക്തിക്ക് അനുസരിച്ചാണ് അതിൻ്റെ ഫൈൻ വരുന്നത്. 10 HP മുതൽ 250 HP വരെ. അപ്പോൾ അന്യായമായി ആരെയും ഫൈൻ അടിക്കാനോ ഉപദ്രവിക്കാനോ സർക്കാർ മുതിരുകയില്ല സാർ. അത് നിയമപരമായുള്ള നടപടികൾ മാത്രമേ ആ കാര്യത്തിൽ സ്വീകരിക്കുകയുള്ളൂ എന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് സാർ. അതുപോലെ ഇവിടെ സുനാമി കോളനികളെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കേണ്ടത് സാർ. സുനാമി കോളനികളുടെ സ്ഥിതി വളരെ ശോചനീയമാണ് എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സാർ. തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകമായി അതിന് എന്തെങ്കിലും കാര്യങ്ങൾ ഏർപ്പെടുത്താൻ സാധിക്കുമോ? ശിക്ഷയാണ് വരുന്നത്. ഫൈൻ അടിക്കുന്നതിന് പുറമെ അവർ പിടിച്ചുകൊണ്ടുവന്ന മത്സ്യം കൂടെ ലേലം ചെയ്ത് കൊടുക്കാൻ സാർ. ഒരു ലൈസൻസ് ഇല്ലാതെ ഒരു ബൈക്ക് ഓടിച്ചാൽ അയാൾക്ക് പെനാൽറ്റി അടിക്കാം. പക്ഷെ ബൈക്ക് കൂടെ എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞാൽ സാർ അത് ശരിയായ നടപടിയില്ല സാർ. അത് KMFRIയിൽ പറയുന്നില്ല, ഉദ്യോഗസ്ഥന്മാർ അതുകൂടെ ചെയ്യുകയാണ് സാർ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാം സാറേ. അതുപോലെ ഈ സുനാമി കോളനികളുടെ കാര്യം, അത് നവീകരിക്കുന്നതിനുള്ള കാര്യങ്ങൾ പദ്ധതികൾ രൂപീകരിക്കാമോ എന്നുള്ളത് പരിശോധിക്കുന്നതാണ് സാർ. കാരണം അത് വളരെ ശോചനീയമാണ് എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സാർ. അതുപോലെ തന്നെ ഇവിടെ ബഹുമാനപ്പെട്ട അംഗം AK അഷ്റഫ് അദ്ദേഹത്തിൻ്റെ ഹാർബറിൻ്റെ കുറിച്ച് ഇവിടെ സംസാരിക്കുകയുണ്ടായി. മഞ്ചേശ്വരം ഹാർബർ അത് നവീകരിക്കുന്നതിനുള്ള പദ്ധതികൾ ഗവൺമെൻറ് മുമ്പിലുണ്ട്. തീർച്ചയായിട്ടും അതുമായി മുമ്പോട്ട് പോകുന്നതാണ് സാർ. അതുപോലെ ശ്രീ മഹേഷ് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ CRZ റിലാക്സ് ചെയ്യണം എന്ന് ഇവിടെ പറയുകയുണ്ടായി. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും അതിൻ്റെ നിയമങ്ങൾ പരിശോധിച്ചുകൊണ്ട് നമുക്ക് വേണ്ട നടപടികൾ സ്വീകരിക്കാവുന്നതാണ് സാർ. അതുപോലെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ നവാസും അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ള ഹാർബറിനെ കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. അതും പരിശോധിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് സാർ. ഇവിടെ സംസാരിച്ച എല്ലാവരോടും നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞു ഡിമാൻഡ് അംഗീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ.